ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നവംബർ 20 അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ആണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. NABH അണ്ടർ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ സൈൻസ് MOU വിത്ത് റിസർച്ച് സൊസൈറ്റി ഫോർ ദ സ്റ്റഡി ഓഫ് ഡയബറ്റിസ് ഇൻ ഇന്ത്യ. അപ്പോൾ NABH അതായത് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്, അതാണ് NABHൻ്റെ ഫുൾ ഫോം. അണ്ടർ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അണ്ടറിലാണ് ഇവർ വരുന്നത്. അവരൊരു MOU സൈൻ ചെയ്തിരിക്കുകയാണ് റിസർച്ച് സൊസൈറ്റി ആയിട്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ ദ സ്റ്റഡി ഓഫ് ഡയബറ്റിസിന് വേണ്ടിയിട്ടാണ്. റിസർച്ച് സൊസൈറ്റി ഫോർ ദ സ്റ്റഡി ഓഫ് ഡയബറ്റിസ് ഇൻ ഇന്ത്യ ആയിട്ടാണ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വായിക്കാം, എന്തിനാണെന്നുള്ളത് കൂടുതലായിട്ട് മനസ്സിലാക്കാം. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്, എ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് ബോഡി ഓഫ് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ, സൈൻഡ് എ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് വിത്ത് റിസർച്ച് സൊസൈറ്റി ഫോർ ദ സ്റ്റഡി ഓഫ് ഡയബറ്റിസ് ഇൻ ഇന്ത്യ ടു അഡ്വാൻസ് ക്വാളിറ്റി ആൻഡ് കൺസിസ്റ്റൻസി ഓഫ് ഡയബറ്റിസ് കെയർ ഇൻ ഇന്ത്യ ത്രൂ ദ യൂസ് ഓഫ് റോബസ്റ്റ് ക്ലിനിക്കൽ ആൻഡ് ഡിജിറ്റൽ ഹെൽത്ത് സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ ഈ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുള്ളത് റിസർച്ച് സൊസൈറ്റി ഫോർ ദ സ്റ്റഡി ഓഫ് ഡയബറ്റിസ് ഇൻ ഇന്ത്യ ആയിട്ട് സൈൻ ചെയ്തിട്ടുള്ളത് അഡ്വാൻസ് ക്വാളിറ്റി ആൻഡ് കൺസിസ്റ്റൻസി ഓഫ് ഡയബറ്റിസ് കെയറിൻ്റെ ക്വാളിറ്റിയും കൺസിസ്റ്റൻസിയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വിശദമായിട്ട് വായിക്കാം. ഇതിൻ്റെ കണ്ടിന്യൂഷൻ നെക്സ്റ്റ് പേജിലും കൂടി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയും കൂടി സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എടുത്ത് വെക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ഗവൺമെൻറ് അപ്പോയിൻറ്റ്സ് K. സഞ്ജയ് മൂർത്തി ആസ് നെക്സ്റ്റ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഇപ്പോൾ K. സഞ്ജയ് മൂർത്തിയെ നെക്സ്റ്റ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലായിട്ട് അപ്പോയിൻറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഇല്ല. അപ്പോൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ഇന്ത്യൻ ആർമി സക്സസ്ഫുള്ളി കൺക്ലൂഡ്സ് മൾട്ടി ഏജൻസി ഡിസാസ്റ്റർ റിലീഫ് എക്സസൈസ് സംയുക്ത വിമോചൻ 2024. അപ്പോൾ ഇന്ത്യൻ ആർമി സക്സസ്ഫുൾ ആയിട്ട് മൾട്ടി ഏജൻസി ഡിസാസ്റ്റർ റിലീഫ് എക്സസൈസ് ആയ സംയുക്ത വിമോചൻ 2024 കൺക്ലൂഡ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിക്കാം. ദ ഇന്ത്യൻ ആർമി സക്സസ്ഫുള്ളി കണ്ടക്റ്റഡ് ദ മൾട്ടിലാറ്ററൽ ആനുവൽ ജോയിൻറ്റ് ഹ്യൂമാനിറ്റേറിയൻ അസിസ്റ്റൻസ് ആൻഡ് ഡിസാസ്റ്റർ റിലീഫ് എക്സസൈസ് സംയുക്ത വിമോചൻ 2024 അറ്റ് അഹമ്മദാബാദ് ആൻഡ് പോർബന്ദർ ഓൺ 18th to 19th November 2024. General Upendra Dwivedi, Chief of the Army Staff, attended this significant event which showcased India's disaster response readiness. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. കോൾ ഇന്ത്യ ലിമിറ്റഡ് അണ്ടർ ദ ഏജസ് ഓഫ് മിനിസ്ട്രി ഓഫ് കോൾ റിസീവ്സ് ഗ്രീൻ വേൾഡ് അവാർഡ്സ് 2024 ഇൻ ലണ്ടൻ. അപ്പോൾ കോൾ ഇന്ത്യ ലിമിറ്റഡിന് മിനിസ്ട്രി ഓഫ് കോളിൻ്റെ അണ്ടറിൽ വരുന്ന കോൾ ഇന്ത്യ ലിമിറ്റഡിന് ഗ്രീൻ വേൾഡ് അവാർഡ്സ് 2024 ലഭിച്ചിരിക്കുകയാണ് ലണ്ടനിൽ വെച്ചിട്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വായിക്കാം. കോൾ ഇന്ത്യ ലിമിറ്റഡ് അണ്ടർ ദ ഏജസ് ഓഫ് മിനിസ്ട്രി ഓഫ് കോൾ ഹാസ് ബീൻ കൺഫേർഡ് വിത്ത് ദ എസ്റ്റീംഡ് ഗ്രീൻ വേൾഡ് എൻവയോൺമെൻറ്റ് അവാർഡ് in the corporate social responsibility category along with the distinguished title of Green World Ambassador. അപ്പോൾ ഇതിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഈ ഫസ്റ്റ് പാരഗ്രാഫിൽ കവർ ചെയ്യുന്നുണ്ട്. അതായത് കോൾ ഇന്ത്യ അണ്ടർ ദ മിനിസ്ട്രി ഓഫ് കോൾ ഹാസ് കൺഫേർഡ് വിത്ത് എസ്റ്റീംഡ് ഗ്രീൻ വേൾഡ് എൻവയോൺമെൻറ്റ് അവാർഡാണ് കൊടുത്തിരിക്കുന്നത്. ഇൻ ദ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയിലാണ് അത് കൊടുത്തിരിക്കുന്നത് കാറ്റഗറി. അലോങ് വിത്ത് ഡിസ്റ്റിങ്വിഷ്ഡ് ടൈറ്റിൽ ഓഫ് ഗ്രീൻ വേൾഡ് അംബാസഡർ എന്നുള്ള ടൈറ്റിലും പ്രൊവൈഡ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. അപ്പോൾ പുനീത് ഗോയങ്ക റിസൈൻസ് ആസ് MD ടു ടേക്ക് ഓവർ റെയിൻസ് ആസ് CEO ഓഫ് Zee. അപ്പോൾ പുനീത് ഗോയങ്ക MD ആയിട്ട് മാനേജിങ് ഡയറക്ടറായിട്ട് ഉള്ളത് റിസൈൻ ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് Zee കമ്പനിയുടെ CEO ആയിട്ട്
തുടരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റെസിഗ്നേഷൻ നടത്തിയിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. GT Open 2024, ജ്യോതി സുരേഖ ക്ലിഞ്ചസ് ഗോൾഡ്, അഭിഷേക് വിൻസ് സിൽവർ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വായിക്കാം. ഇന്ത്യാസ് വെറ്ററൻ കോമ്പൗണ്ട് ആർച്ചേഴ്സ് Jyoti Surenka Vennam and Abhishek Verma clinched the gold and silver medals in their respective events at the GT Open in Strasbourg, Luxembourg. This was the second of the 4 indoor World Series 250 tournaments in the 2025 indoor archery season. After the Swiss Open Lausanne earlier this November. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. മെൻസ് സീനിയർ ഹോക്കി നാഷണൽസ്, ഒഡീഷ തംസ് ഹരിയാന 5-1 ടു വിൻ ടൈറ്റിൽ, UP ബാഗ്സ് ബ്രോൺസ്. അപ്പം മെൻസ് സീനിയർ ഹോക്കി നാഷണൽസിൽ ഒഡീഷ തംസ് ഹരിയാന തോൽപ്പിച്ചിരിക്കുകയാണ്. ഹരിയാനയെ 5-1 എന്നുള്ള സ്കോറിലാണ് തോൽപ്പിച്ചിട്ട് ടൈറ്റിൽ ജയിച്ചത്. UP ഉത്തർപ്രദേശ് ബ്രോൺസ് നേടിയെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. മാഗ്നസ് കാൾസൺ, കാറ്ററീന ലാഗ്നോ വിൻ ടാറ്റ സ്റ്റീൽ ചെസ് ഇന്ത്യ ബ്ലിറ്റ്സ് ടൈറ്റിൽ. അപ്പം മാഗ്നസ് കാൾസൺ ആൻഡ് കാറ്ററീന ലാഗ്നോ ആണ് ടാറ്റ സ്റ്റീൽ ചെസ് ഇന്ത്യ ബ്ലിറ്റ്സ് ടൈറ്റിൽ ജയിച്ചിരിക്കുന്നത്. അപ്പോൾ ഗ്രാൻഡ് മാസ്റ്റർ മാഗ്നസ് ടൈറ്റിൽ ഹാസ് ആഡഡ് ദ 2024 ടാറ്റ സ്റ്റീൽ ചെസ് ഇന്ത്യ ഓപ്പൺ ബ്ലിറ്റ്സ് ടൈറ്റിൽ to his rapid crown after beating Grandmaster Arjun Erigaisi in the penultimate round. The Indian star then lost the last 3 games, however, enabling Grandmaster Wesley So to snatch second with a 6-game winning streak. അപ്പോൾ ഗ്രാൻഡ് മാസ്റ്റർ കാറ്ററീന ലാഗ്നോ ക്ലിഞ്ച്ഡ് ദ 2024 ടാറ്റ സ്റ്റീൽ ചെസ് ഇന്ത്യ വുമൻസ് ബ്ലിറ്റ്സ് വിത്ത് എ റൗണ്ട് ടു സ്പെയർ ആഫ്റ്റർ ഏർലിയർ സീയിങ് ഹെർ ലീഡ് evaporate. Grandmaster Valentina Gunina caught her with 5 rounds to go and won their last round encounter to ensure second place. അപ്പോൾ മാഗ്നസ് കാൾസണും കാറ്ററീന ലാഗ്നോ ആണ് ടാറ്റ സ്റ്റീൽ ചെസ് ഇന്ത്യ ബ്ലിറ്റ്സ് ടൈറ്റിൽ ജയിച്ചിരിക്കുന്നത്. മാഗ്നസ് കാൾസൺ നോർവേ ബിലോങ്സ് ടു നോർവേ ആണ്. അതേപോലെ കാറ്ററീന ലാഗ്നോ റഷ്യൻ ആൻഡ് ഉക്രൈനിയൻ ചെസ് പ്ലെയർ ആണ്. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. Paytm UPI goes global. Seamless payments for Indian travelers across 6 countries. അപ്പോൾ Paytm UPI ഗ്ലോബൽ ഇൻ്റർനാഷണൽ ലെവലിൽ എത്തിയിരിക്കുകയാണ്. സീംലെസ് പേയ്മെൻറ്റ്സ് ഫോർ ഇന്ത്യൻ ട്രാവലേഴ്സ് അക്രോസ് 6 കൺട്രീസിലായിട്ടുള്ള ഇന്ത്യൻ ട്രാവലേഴ്സിന് സീംലെസ് പേയ്മെൻറ്റ്സ് ആണ് ഇത് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. 197 Communications Limited, the parent company of Paytm, has introduced UPI International, allowing users to make UPI payments at select locations in the UAE, Singapore, France, Mauritius, Bhutan and Nepal. Indian travelers can now experience seamless cashless payments abroad due to Paytm's latest innovation. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. എറ്റോൺ സൊല്യൂഷൻസ് അൺവെയിൽസ് എറ്റോൺ GPT എനേബിൾഡ് ഫണ്ട് അക്കൗണ്ടിംഗ് പ്ലാറ്റ്ഫോം ഫോർ പ്രൈവറ്റ് ഇക്വിറ്റി ജനറൽ പാർട്ട്നേഴ്സ്. അപ്പോൾ നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് വായിക്കാം. എറ്റോൺ സൊല്യൂഷൻസ്, എ ലീഡിംഗ് പ്രൊവൈഡർ of a comprehensive wealth management ERP systems, has introduced a specialized fund accounting platform and services suite tailored for private equity, real estate and fund of funds firms. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. SBI raises
$500 million ത്രൂ 5-year bonds ഫ്രം ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ SBI $500 million ആണ് റേസ് ചെയ്തിരിക്കുന്നത് 5-year ബോണ്ട്സ് വഴി ഇഷ്യൂ ചെയ്തത് വഴി ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റേഴ്സിൽ നിന്നും. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ അതിൻ്റെ വിവരണങ്ങൾ, അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വിസ്തരിച്ച് കൊടുക്കുക കാരണം കൊണ്ട് നിങ്ങൾക്കിത് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. വേൾഡ് ടോയ്ലറ്റ് ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് 19th November ആണ്. അപ്പോൾ വേൾഡ് ടോയ്ലറ്റ് ഡേ സെലിബ്രേറ്റഡ് ആനുവലി ഓൺ November 19th is an official United Nations observance aimed at raising global awareness and action to address the urgent sanitation crisis. Observed since 2013, this day has been dedicated to emphasizing the importance of safe and accessible toilet facilities as part of Sustainable Development Goal 6. അപ്പോൾ വേൾഡ് ടോയ്ലറ്റ് ഡേ 19th November ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. ഒരുവിധം എല്ലാ ഇമ്പോർട്ടൻറ്റ് ന്യൂസും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്കപ്പോൾ നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. സോ ബൈ എവരിവൺ.